പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിയേക ദൈവത്തിൻ്റെ തിരുനാമത്തിന് എന്നേക്ക് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ഇന്നത്തെ നമ്മുടെ വിചിന്തനത്തിനും ധ്യാനത്തിനുമായി നൽകപ്പെട്ടിട്ടുള്ള സുവിശേഷ ഭാഗം വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 3-ാം അധ്യായം 1 മുതൽ 14 വരെയുള്ള വചനങ്ങളാണ്. ഫരിസേയരിൽ നിക്കോദിമോസ് എന്ന പേരായ ഒരു യഹൂദ പ്രമാണി ഉണ്ടായിരുന്നു. അവൻ രാത്രി യേശുവിൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു, റബ്ബി, അങ്ങ് ദൈവത്തിൽ നിന്ന് വന്ന ഒരു ഗുരുവാണെന്ന് ഞങ്ങൾ അറിയുന്നു. ദൈവം കൂടെയില്ലെങ്കിൽ ഒരുവനും നീ ചെയ്യുന്ന ഈ അടയാളങ്ങൾ പ്രവർത്തിക്കുവാൻ കഴിയുകയില്ല. യേശു പറഞ്ഞു, സത്യസത്യമായി ഞാൻ നിന്നോട് പറയുന്നു, വീണ്ടും ജനിക്കുന്നില്ലെങ്കിൽ ഒരുവന് ദൈവരാജ്യം കാണാൻ കഴിയുകയില്ല. നിക്കോദിമോസ് ചോദിച്ചു, പ്രായമായ മനുഷ്യന് ഇതെങ്ങനെ സാധിക്കും? അമ്മയുടെ ഉദരത്തിൽ വീണ്ടും പ്രവേശിച്ച് അവന് ജനിക്കുവാൻ കഴിയുമോ? യേശു പ്രതിവചിച്ചു, സത്യസത്യമായി ഞാൻ നിന്നോട് പറയുന്നു, ജലത്താലും ആത്മാവിനാലും ജനിക്കുന്നില്ലെങ്കിൽ ഒരുവനും ദൈവരാജ്യത്തിൽ പ്രവേശിക്കാൻ സാധ്യമല്ല. മാംസത്തിൽ നിന്ന് ജനിക്കുന്നത് മാംസമാണ്, ആത്മാവിൽ ജനിക്കുന്ന ആത്മാവും. നിങ്ങൾ വീണ്ടും ജനിക്കണമെന്ന് ഞാൻ പറഞ്ഞതുകൊണ്ട് നീ വിസ്മയിക്കേണ്ട. യഹൂദ പ്രമാണിയായ നിക്കോദിമോസ് യേശുവിൻ്റെ പക്കലേക്ക് വരുന്നതും യേശുവും നിക്കോദിമോസും തമ്മിലുള്ള സംഭാഷണവുമാണ് പ്രതിപാദ്യ വിഷയം. രാത്രിയിൽ യേശുവിനെ കാണാൻ വരുന്ന നിക്കോദിമോസ് അന്ധകാരത്തിൽ നിന്നും പ്രകാശമായി ക്രിസ്തുവിലേക്കാണ് വരുന്നത്. ഇരുട്ടിൽ നിന്നും പ്രകാശത്തിലേക്ക്, അജ്ഞതയുടെ അന്ധകാരത്തിൽ നിന്നും യഥാർത്ഥ ജ്ഞാന ചൈതന്യത്തിലേക്ക്, മരണത്തിൽ നിന്നും ജീവനിലേക്ക്. അടയാളങ്ങൾ കണ്ട് യേശുവിൻ്റെ പക്കലേക്ക് വരുന്നതോ നിയമങ്ങൾ അനുസരിച്ച് ജീവിക്കുന്നതോ നന്മ പ്രവൃത്തികൾ ചെയ്യുന്നതോ ഒന്നുമല്ല ദൈവരാജ്യത്തിൽ പ്രവേശിക്കാനുള്ള മാർഗങ്ങൾ. പിന്നെയോ ജലത്താലും ആത്മാവിനാലുമുള്ള വീണ്ടും ജനനമാണ്, മാമോദിസയാണ്. പാപങ്ങൾ കഴുകിക്കളഞ്ഞ് വിശ്വാസം ഏറ്റുപറഞ്ഞ് ആത്മാവിനാൽ വീണ്ടും ജനിക്കണം. ആത്മാവിലൂടെ നമ്മിൽ വരുന്ന ഹൃദയ പരിവർത്തനം ദൈവത്തിൻ്റെ പ്രവർത്തനമാണ്. യേശുവുമായുള്ള സംസർഗത്തിലൂടെ നിക്കോദിമോസിന് വെളിച്ചത്തിലേക്ക് വരാൻ സാധിക്കുന്നു. ഈ മാറ്റത്തിൻ്റെ തെളിവാണ് പിന്നീട് യേശുവിനെ കാണാതെയും കേൾക്കാതെയും അവനെ വിധിക്കരുത് എന്ന് മറ്റ് പരീക്ഷന്മാരോട് പറയുന്നതും യേശുവിൻ്റെ മരണശേഷം ശിഷ്യന്മാർ പോലും ഭയപ്പെട്ടിരുന്ന അവസരത്തിൽ അരിമത്യാക്കാരൻ ജോസഫിൻ്റെ കൂടെ യേശുവിനെ കല്ലറയിൽ സംസ്കരിക്കാൻ തയ്യാറായതും. നിക്കോദിമോസിനെ പോലെ പ്രാർത്ഥനയിലൂടെ അനുദിനം യേശുവിൻ്റെ അടുത്തിരുന്ന് ആത്മീയ ചൈതന്യം സ്വീകരിക്കുവാനും യേശു നമ്മുടെ രക്ഷകനും കർത്താവും എന്ന വലിയ അറിവിലേക്കും അനുഭവത്തിലേക്കും വളരുവാനും അതനുസരിച്ച് ജീവിക്കുവാനും നമുക്കും സാധിക്കണം. നമുക്കറിയാത്ത ഒരുപാട് ശിഷ്യന്മാർ യേശുവിന് ഇന്നുമുണ്ട്. യേശുവിനെ നന്നായി അറിയുന്നു എന്ന് അവകാശപ്പെടുന്ന നമുക്ക് നിക്കോദിമോസ് എന്ന രഹസ്യ ശിഷ്യൻ വലിയ പ്രതീകവും അതേസമയം വെല്ലുവിളിയുമാണ് സമ്മാനിക്കുന്നത്. പൗരസ്ത്യ സഭകൾ വിശുദ്ധരുടെ ഗണത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന നിക്കോദിമോസിനെ പോലെ കുരിശിൻ്റെ ചുവട്ടിൽ നിൽക്കാൻ കഴിയുന്ന ശിഷ്യന്മാരുടെ കൂടെ ആയിരിക്കുവാൻ നമുക്കും പരിശ്രമിക്കാം.